നമ്മുടെ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് 200ഓളം വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അതിലിപ്പോൾ ഏകദേശം 24-30 വാഹനങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലേക്ക് വന്നത് എന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഏജൻസിക്ക് അറിയില്ല. എന്താ അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നെ പാടിക്കൊണ്ട് നടക്കരുത്. കാരണം അത് നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് നല്ലതൊന്നും ചെയ്യാതെ കോൺഗ്രസ്സുകാരെ മാത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി എന്തെങ്കിലും രീതിയിൽ തെറ്റായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് അതിനെ കാണികൾ നോട്ടീസ് കൊണ്ടുവരാം. നിങ്ങൾ വണ്ടി സ്റ്റേഷനിൽ ഹാജരാക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതൊക്കെ കസ്റ്റംസുകാരൊക്കെ വന്നിട്ട് നോക്കണം എന്താണിപ്പോൾ ഈ ദുൽഖറിൻ്റെ വീട്ടിലും പൃഥ്വിരാജിൻ്റെ വീട്ടിലും ഒക്കെ കള്ളക്കടത്തുണ്ട് എന്നാണ് ഇവരുടെ വിചാരം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൻ്റെ ഒരു പകയായിട്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. നല്ല അടിപൊളിയൊരു സായാഹ്നം വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ്. നമ്മുടെ മണ്ണാർക്കാട് കോടതിപ്പടിയിലില്ല. അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഏത് വിധത്തിലാണെന്ന് പറയണമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ മൊത്തത്തിൽ രാഷ്ട്രീയപരമായിട്ട് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം. അപ്പോൾ 2 ദിവസം മുന്നേ നമ്മളൊരു വാർത്ത കണ്ടു. ഓപ്പറേഷൻ നുങ്കൂർ പറഞ്ഞാൽ പടച്ച തമ്പുരാന് അറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. കാരണം അവർക്ക് തോന്നുന്ന മാതിരിയാണ് അവർ ഓരോ ഓപ്പറേഷൻ കൊണ്ടുവരുന്നത്. ഇപ്പോൾ പലിശക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടാക്കിയിരുന്നു. അതിനെപ്പറ്റി പിന്നെ ഒരു ചർച്ച ഒന്നും ഉണ്ടായിട്ടില്ല. അതിനെപ്പറ്റി പിന്നെ ഒരു വാർത്തയും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ അടുത്ത ഇലക്ഷന് കുറച്ചും കൂടി മാസങ്ങൾ കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ ജയിക്കുക, അതേപോലെ ഇതൊക്കെ മൊത്തത്തിൽ ഇപ്പോൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ നുങ്കൂരിൻ്റെ ഭാഗമായിട്ട് പൃഥ്വിരാജും ദുൽഖർ സൽമാനും കൂടിയാണ് ഇരകളായിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് വിധത്തിൽ വന്നു നമ്മുടെ കേരളത്തിലേക്ക്? ഭൂട്ടാനിൽ നിന്നും കള്ളക്കടത്ത് വഴി നമ്മുടെ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് 200ഓളം വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അതിലിപ്പോൾ ഏകദേശം 24-30 വാഹനങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലേക്ക് വന്നത് എന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഏജൻസിക്ക് അറിയില്ല. ഇപ്പോൾ 2 ദിവസം മുന്നേ കസ്റ്റംസിൻ്റെ ഓഫീസർ വന്നിട്ട് പെട്ടെന്ന് ആൾക്കാരെ വിളിച്ചു കൂട്ടി ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ടായി. ആ നടത്തുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു ഫോൺ കോൾ വന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് അയാളെക്കാട്ടിലും വലിയ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അവിടെ ഒരു നാടകീയമായ രംഗങ്ങളാണ് കണ്ടത്. കാരണം പെട്ടെന്ന് ഒരു കാര്യങ്ങൾ എന്താണ് ഏത് വിധത്തിലാണെന്നൊന്നും അറിയാതെ പെട്ടെന്ന് പത്രസമ്മേളനം നടത്തുക, വാർത്താക്കാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറയാനുള്ള കാര്യം മണ്ടന്മാരായ ആൾക്കാരാണ് ഇപ്പോൾ കേരളത്തിലെ മൊത്തം ആൾക്കാർ, അധികാരികൾ. കാരണം ഇതിപ്പോൾ വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി എന്തെങ്കിലും രീതിയിൽ തെറ്റായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് അതിനെ കാണികൾ നോട്ടീസ് കൊണ്ടുവരാം. നിങ്ങൾ വണ്ടി സ്റ്റേഷനിൽ ഹാജരാക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതൊക്കെ കസ്റ്റംസുകാരൊക്കെ വന്നിട്ട് നോക്കണം എന്താണിപ്പോൾ ഈ ദുൽഖറിൻ്റെ വീട്ടിലും പൃഥ്വിരാജിൻ്റെ വീട്ടിലും ഒക്കെ കള്ളക്കടത്തുണ്ട് എന്നാണ് ഇവരുടെ വിചാരം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൻ്റെ ഒരു പകയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണ് അടുത്ത ഇലക്ഷനിൽ പിന്നെ മത്സരിക്കുമ്പോൾ ഏത് രീതിയിലാണ് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നും കൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതേപോലെ സർക്കാർ എന്താണ് ചെയ്തത് എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ട് പൊട്ടന്മാരാക്കിയിട്ട് നിങ്ങൾ കളിക്കുന്ന നാടകങ്ങൾ ഒരിക്കലും
എന്താ പറയുക, അർഹിക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ്. അത് ഇന്ത്യയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ വഴി സഞ്ചരിക്കണം, നേപ്പാൾ, അതേപോലെ പിന്നെ ലഡാക്ക്, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യക്ക് വരണമെങ്കിൽ. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയണ്ടായി ഇത് പരിവാഹൻ്റെ സൈറ്റ് ഹാക്ക് ചെയ്തിടണമെന്ന്. അതിന് ശേഷമാണ് കോൾ വന്നത്. അപ്പോൾ ഈ സൈറ്റൊക്കെ ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഏജൻസി വഴിയാണ് ഇതൊക്കെ ശരിക്കും ഉള്ളത്, കേന്ദ്രത്തിൻ്റെ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അല്ല. അപ്പോൾ പരിവാഹൻ്റെ സൈറ്റൊക്കെ ഹാക്ക് ചെയ്തിട്ട് ഇവരതിൽ കൃത്രിമം കാണിക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ എത്രത്തോളം വലിയ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ദുൽഖറിനെയാണോ പൃഥ്വിരാജിനെയാണോ പ്രതിയാക്കേണ്ടത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരെയല്ലേ ശരിക്കും അതിൽ ഉൾപ്പെടുത്തേണ്ടത്? അത് ചെയ്യാതെ ഇവർ ഒന്നും അറിയാത്ത പോലെ വന്നിട്ട് നാടകീയമായ രംഗങ്ങളിൽ പിന്നെ വീട്ടിലൊക്കെ കയറി കസ്റ്റംസ് ചെക്ക് ചെയ്യുക പറയുമ്പോൾ പൃഥ്വിരാജിൻ്റെ അല്ലെ ദുൽഖറിൻ്റെ വീട്ടിൽ MDMA അങ്ങനെ വലിയ കുറ്റം ചെയ്യണ മാതിരിയുള്ള ഒരു ഇതും കൂടി കാണണം. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ പൃഥ്വിരാജിൻ്റെ വീട്ടിൽ വണ്ടി തന്നെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളാണ് ശരിക്കും മണ്ടന്മാർ. ജനങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ ഓർത്ത് ചിരിക്കുന്നുണ്ടാവും. മണ്ടന്മാരായ ഓഫീസറെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം നടക്കും. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ അതിപ്പോൾ ഏത് വഴിയാണോ വന്നത്, അല്ലെങ്കിൽ ആ വാഹനം രജിസ്റ്റർ ചെയ്തത് ഏത് ഭാഗത്താണ്, ലൊക്കേഷൻ അടക്കം കൊടുക്കും. കാരണം ആ ഭൂട്ടാനിൽ ഒഴിവാക്കപ്പെട്ട ഒരു വാഹനമാണത്. അല്ലാതെ അത് പിന്നെ നിരത്തിലോടേണ്ട വണ്ടിയല്ല. അതവർ ഇങ്ങനെ വണ്ടി കച്ചവടം കാണുമ്പോൾ വണ്ടി പ്രാന്തന്മാർ കുറേ ഉണ്ട് നമ്മുടെ കേരളത്തിൽ അല്ലെ ലോകത്ത്. അപ്പോൾ അത് അവർ മോഹവില കൊടുത്ത് അവർ വാങ്ങും. കാരണം ആ ഇഷ്ടം കൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ക്രൂരമായ കാര്യമാണ്. കാരണം വിവരമില്ലാത്ത ഒരു കാര്യമാണ് അത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വിഡ്ഢിത്തരങ്ങൾ ചെയ്യാതെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അടുത്ത കാര്യം, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ CPIMൻ്റെ LDFൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയോ നേതാവോ എന്താ ഷാഫി പറമ്പിൽ രാഹുലിനെതിരായിട്ട് വളരെ മോശമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുലിൻ്റെ ഹെഡ് മാഷാണ് ഷാഫി പറമ്പിൽ എന്നുള്ളത്. അപ്പോൾ ഷാഫി പറമ്പിലിന് നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ ബാംഗ്ലൂരിലേക്ക് വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാതെ പോയിരിക്കുകയാണ്. കാരണം ഒരാൾക്കെതിരെ എന്ത് തെമ്മാടിത്തരം വേണമെങ്കിൽ പറയാം എന്നായോ? അങ്ങനെയാണോ ഇപ്പോഴത്തെ രാഷ്ട്രീയം? കാരണം നിങ്ങൾക്ക് നല്ലതൊന്നും പറയാനും ചെയ്യാനും നിങ്ങൾ ചെയ്തിട്ടില്ല. ഈ 9 വർഷത്തിനിടയിൽ നിങ്ങൾ എന്താണ് നല്ലത് ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ വായി തോന്നിയതൊക്കെ പറയാം. ഞാൻ പറയട്ടെ, ഈ നമുക്കിപ്പോൾ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ടാവും. കമ്പ്യൂട്ടർ വന്നപ്പോൾ നിങ്ങൾ അതിനൊരു സമരം ചെയ്തു, ട്രാക്ടർ വന്നപ്പോൾ സമരം ചെയ്തു. അങ്ങനെ എന്തൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ സമരത്തിലൂടെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നാണ് മലയാളികൾ മൊത്തം പറയണത്. അപ്പോൾ ഈ സമരമല്ലാതെ നമ്മുടെ കേരളത്തിൽ ഒരു ഫോണിൻ്റെ കാര്യം, ഫോണ് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാരാണ്. ഈ 9 വർഷത്തിനിടയിൽ നിങ്ങൾ എന്ത് നേട്ടമാണ് ഈ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തത്? കുറേ ആൾക്കാർ അമേരിക്കയിൽ പോയി, എന്നിട്ട് എന്ത് കിട്ടി? കുറേ കടം കിട്ടി. 37 കോടി ലക്ഷം രൂപ നമ്മുടെ ഇന്ത്യക്ക് അല്ല നമ്മുടെ കേരളത്തിന് കടമാണ്. അത് ആരുണ്ടാക്കി കടം? ഒക്കെ ഈ സർക്കാരല്ലേ. അപ്പോൾ ഇതിനെതിരെ നിങ്ങൾക്കൊന്നും പറയാനില്ല, നിങ്ങളുടെ ഭരണത്തെക്കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ ഷാഫി പറമ്പിലിന് പെണ്ണ് കേസും രാഹുൽ മാങ്കൂട്ടത്തിന് പീഡന കേസുമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തൊള്ളെ തോന്നിയത് എന്തോ അതൊക്കെ പറഞ്ഞ് നടക്കും. ഈ പറഞ്ഞ് നടക്കണേൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂലി കിട്ടുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു ശമ്പളമായിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം, എനിക്ക് തോന്നുന്നത് അതാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ ഒരു പെണ്ണിനെ കൊണ്ട് ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവാണ്. രാഹുലിനൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മിടുക്ക് കൊണ്ട് കിട്ടിയതാണ്. അതിന് നിങ്ങളെന്തിനാണ് ഇത്ര അസൂയപ്പെടുന്നത്? ഭംഗിയുള്ള ഏതൊരു വസ്തുവിനെയും ആൾക്കാർ ശ്രദ്ധിക്കും.
അപ്പോൾ അതിന് നിങ്ങൾ സ്വയം അസൂയപ്പെട്ടിട്ട് എന്താണ് പ്രയോജനം? അത് നിങ്ങൾക്ക് കൂടുതൽ രോഗം ഉണ്ടാക്കുകയുള്ളൂ. രോഗത്തിന് എന്താ അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നെ പാടിക്കൊണ്ട് നടക്കരുത്. കാരണം അത് നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് നല്ലതൊന്നും ചെയ്യാതെ കോൺഗ്രസ്സുകാരെ മാത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ല, ശരിയായ രീതിയല്ല കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എത്രത്തോളം പറയുമ്പോൾ ജനങ്ങൾ എന്ത് മനസ്സിലാക്കും എന്നും കൂടി നിങ്ങൾ പറയണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം. പറയാൻ നമുക്ക് ആര് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. എന്നെപ്പറ്റി അല്ല നിങ്ങളെപ്പറ്റി എനിക്ക് പറയാം, വേണ്ടാത്തതും നല്ലതും പറയാം. അതിന് നമുക്ക് നാവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ നാവ് നന്നായാൽ നാട് നന്നായി. അപ്പോൾ അവിടെ എത്ര പീഡന വീരന്മാരുണ്ട് നമ്മുടെ കേരളത്തിൽ? എത്ര ആൾക്കാരുണ്ട്? ഇവരെന്നും നിങ്ങൾ പറയാതെ ഒരു രാഹുലിന്, ഒരു ഷാഫി പറമ്പിലിന് മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്പോൾ ഇന്ന് വയനാട് വെച്ചിട്ട് ഒരു DYFIൻ്റെ ആൾ വന്നിട്ട് ഏതോ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യനെ കയറി പിടിച്ചു. അതൊന്നും അറിഞ്ഞിട്ടില്ലേ? ഞാൻ നല്ലവരായ പാർട്ടി സുഹൃത്തുക്കളുണ്ട്, നല്ലവരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷെ അവർക്കും കൂടി മാനക്കേടാണ്. കാരണം അവർക്കൊണ്ട് കുടുംബങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ അവർ ലജ്ജയോടുകൂടി തല താഴ്ത്തും. പിന്നെ എന്തും ഒരാളെ കുറിച്ച് പറയാന്നുള്ളൊരു അവബോധം നിങ്ങൾക്ക് ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. സത്യം ഒരു നാൾ പുറത്തു വരില്ലേ? ഇപ്പോൾ ഉമ്മൻചാണ്ടി സരിതേനെ കുറിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ രീതിയിൽ പറഞ്ഞുണ്ടാക്കി. അതിനായിട്ട് കുറേ ആളുകളെ നിങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ കൈമലർത്തും. അതായത് അവസാന നാളുകളിൽ നിങ്ങളെ ജനങ്ങൾ കൈയൊഴിയും. പിന്നീട് നിങ്ങളായിരിക്കും കുറ്റക്കാർ. അപ്പോൾ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. പറഞ്ഞു തരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, വെട്ടാനും കുത്താനൊക്കെ പോവും. അങ്ങനത്തെ രീതിയും കൂടി വരുന്നുണ്ട്. ഇത് കൊണ്ട് ശരിക്കും എന്താ പറയുക, ഒന്നും ആയില്ല എന്ന് കരുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പോൾ ഈ വെള്ള ഉടുപ്പിട്ടവരൊക്കെ നല്ല ആൾക്കാരാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വെള്ള ഉടുപ്പിട്ടവരൊക്കെ വളരെ മോശമാണ് കേട്ടോ. എന്താണ് ഇങ്ങനെയൊക്കെ ഒരു ലോകം, അല്ല ഇങ്ങനെയൊക്കെ ഒരു കാലം? ഇങ്ങനെ പോയിട്ട് എന്താണ് പ്രയോജനം? പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി പാർട്ടി നല്ല ചെയ്യണം. ഇത് പാർട്ടിയിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് പണം ഉണ്ടാക്കുന്നത്. വെട്ടിപ്പും തട്ടിപ്പും കൊല്ലലും കൊലപാതകവും വഞ്ചനയും ഒക്കെ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നടക്കണില്ല. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചേക്കാണ്. പറയണ്ട എന്ന് കരുതുമ്പോൾ പറയിപ്പിക്കാനായിട്ട് കുറേ ആൾക്കാർ വാർത്തക്കാരെ കാണുമ്പോൾ പറയും. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കാം. പിന്നെ ഓരോ നിയമങ്ങളല്ലേ ഓരോ ദിവസം. ഇപ്പോൾ ആദ്യം പോലീസിൻ്റെ ക്രൂരതയായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെയായി, പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേറെയായി. അങ്ങനെ മാറി മാറി വരികയാണ്. ഭരണമല്ല പ്രശ്നം, ഈ ഭരിക്കുന്നവരാണ് പ്രശ്നം. ഇതിനെക്കുറിച്ചിട്ട് മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞോ ഇല്ലയോ എന്ന് ആർക്കും അറിയാമല്ലേ? പറയില്ല. പറയാനുള്ള ചങ്കൂറ്റല്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക്. ശരിക്കും അതാണ്. ചങ്കൂറ്റുള്ള മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിനെ അല്ല, ഒന്നാമത് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പിന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ സർക്കാർ 9 വർഷം മുന്നേ ഭരണഘടന തൊട്ട് സത്യം ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്? ജനങ്ങളെ സേവിക്കാം, ജനങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ നടത്തി കൊടുക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ സർക്കാരിന് എല്ലാ പദവിയും കിട്ടിയപ്പോൾ സർക്കാർ കൈയൊഴിഞ്ഞു. സർക്കാർ കൈയൊഴിയല്ല, വേണമെങ്കിൽ എന്താ ചൈക്കോ എന്നുള്ള രീതിയിൽ. അങ്ങനെയേ ജനങ്ങളും വേണമെങ്കിൽ എന്നുള്ള രീതിയിൽ കണക്കാക്കും. അത്ര തന്നെ. ഇപ്പോൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താണ് എവിടെയെന്നുള്ളതൊക്കെ പാളിച്ചകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം പാരയാവും. അപ്പോൾ അടുത്ത ഒരു ന്യൂസ് നാളെ എന്തായാലും വരുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾ കാണണം. എവിടെയും പോവില്ല, എവിടെയും വരാതെ പോവില്ലല്ലോ.